എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ജേക്കും അലനും നേരെ ജേക്കിന്റെ മുറിയിലേക്ക് വന്നു. ജേക്ക് നേരെ ബെഡിൽ പോയി ഇരുന്നു. പുറകെ അലനും വന്നിരുന്നു. നീ ഇങ്ങനൊന്നും മിണ്ടാതെ ഇരിക്കാതെ. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെ ഇളകി മറിയുന്നതെന്ന്. എടാ, നീ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. 10 വർഷം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ തേയെ എന്തുമാത്രം വെറുത്തു. അവള് ഒരു തെറ്റും ചെയ്തില്ല. എന്നിട്ടും ഞാൻ അവളെ ഉപദ്രവിച്ചില്ലേ, നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എനിക്ക് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എടാ പോട്ടെ, സാരില്ല. എന്തായാലും സത്യം നിനക്ക് മനസ്സിലായില്ലേ? തെറ്റിദ്ധാരണയെല്ലാം മാറിയില്ലേ? പിന്നെ നീ ഒന്ന് ഓർക്കണം, നിന്റെ മദ്യപാനം അത് നീ നിർത്തണം. ഒന്നാലോചിച്ച നിന്റെ ലക്കുകെട്ടുള്ള കുടിയ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. നീ ഇനി അത് കൈകൊണ്ട് തൊടുന്ന കണ്ട ആ കൈ ഞാൻ വിട്ടു. എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ ഇനി മദ്യം കൈകൊണ്ട് തൊടില്ല. ഞാൻ ഇനി എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പോവാ. എനിക്ക് തിരിച്ചു വരണം. ഞാൻ എങ്ങനെയായിരുന്നു ആ പഴയ എന്നെ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സന്തോഷായടാ, നിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ പറ്റിയല്ലോ. മാത്രല്ല, നീയല്ലേ ഇനി MJ ഗ്രൂപ്പ്സിന്റെ ഇന്ത്യൻ ബ്രാഞ്ചിലെ MD. നിനക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടെന്ന് നീ തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. അതേടാ, എനിക്ക് തെളിയിക്കണം. എന്നെ ഓർത്ത് വിഷമിച്ച ഡാഡിയും മമ്മിയും എന്നെ ഓർത്ത് അഭിമാനിക്കണം. ഞാൻ കാരണം മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കേണ്ടി വന്ന ജൂണിച്ചായൻ, ഞാൻ കാരണം മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കണം. എന്നെ മനസ്സിലാക്കി എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത ജീനി ചേച്ചി എന്നെ ഓർത്ത് സന്തോഷിക്കണം. ഞാൻ കാരണം MJ ഗ്രൂപ്പിന് ഉയർച്ച ഉണ്ടാകുന്നത് എൻ്റെ ഫാമിലി കാണണം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയാ ഇനി അങ്ങോട്ട്. ജേക്കിന്റെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് അലൻ അവനെ കെട്ടിപ്പിടിച്ചു. ജേക്കും അവനെ തിരിച്ചു കെട്ടിപ്പിടിച്ചു. നീ പറഞ്ഞതുപോലെ എല്ലാം നടക്കും, എനിക്ക് ഉറപ്പാ. ആ പിന്നെ വേറൊരു കാര്യം കൂടെ. ഇത്രയും വർഷം നീ എനിക്ക് വേണ്ടി എൻ്റെ ഒപ്പം നടന്നില്ലേ? അതിന്റെ നന്ദിയായി ഞാൻ തിരികെ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാൻ കമ്പനി ജോയിൻ ചെയ്യുമ്പോ എൻ്റെ PA ഞാൻ നിന്നെ നിയമിക്കാൻ പോവാ. എടാ നീ എന്തായി പറയുന്നേ? നിന്റെ PA ആയിട്ടോ? ഞാനോ? അതേടാ, ജൂണിച്ചായൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ MD ആയി കഴിഞ്ഞാൽ ഒരു PA വേണ്ടി വരും. അപ്പോ ഞാൻ തന്നെയാ നിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. നിനക്കാണെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ ഇപ്പോഴുള്ള കമ്പനി സാലറിയും ശരിയല്ല, വർക്ക് എൻവയോൺമെന്റും നിനക്ക് പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞേ? നീ ആഗ്രഹിച്ച പോലെ നല്ല സാലറിയും മറ്റുള്ള ജോബാ ഞാൻ ഓഫർ ചെയ്യുന്നത്. വേണ്ട എന്ന് മാത്രം നീ പറയരുത്. അലൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഞാൻ ഒരിക്കലും നിന്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരുപാട് നന്ദിയുണ്ടടാ. നീ എന്നെ പരിഗണിച്ചില്ലേ, അത് തന്നെ എനിക്ക് വലിയ കാര്യ. അയ്യടാ, അവന്റെ ഒരു സെന്റിയടി. നിർത്തിക്കോ. പിന്നെ നീ വൈകാതെ റിസൈൻ ഇട്, അല്ലെങ്കിൽ ടൈം ആവുമ്പോ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആടാ, ഞാൻ ഇന്ന് തന്നെ അവർക്ക് മെയിൽ അയക്കാം. ആ ശരി. പിന്നെ കുറച്ചു നേരം ജേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു. എടാ, നിനക്ക് ആ പെൺകുട്ടി അറിയോ? ഏത് പെൺകുട്ടിയെ? ട്വിങ്കിൾ. നീ ഇപ്പൊ എന്തിനാ അവളെ പറ്റി ചോദിക്കുന്നേ? അവള് നിന്നെ പറ്റിച്ചതല്ലേ, പിന്നെ എന്തിനാ അവളെ പറ്റി അറിയുന്നത്? അതങ്ങനെ അല്ലടാ. എടാ, തേയാണെന്ന് പറഞ്ഞ് ഞാൻ അവളെയല്ലേ 2.5 വർഷം പ്രണയിച്ചത്. അവളുടെ മുഖം കാണാതെ, അവളുടെ ശബ്ദത്തെ, അവളുടെ പേഴ്സണാലിറ്റിയെ. ഒരു പക്ഷേ ഞാൻ തേയല്ല, ട്വിങ്കിളിനെ ആയിരിക്കും പ്രണയിച്ചത്. നീ എന്തൊക്കെ ഭ്രാന്താടെ വിളിച്ചു പറയുന്നത്? ഭ്രാന്തല്ല, സത്യം. എടാ, ശരിക്കും പറഞ്ഞ ഞാൻ ശരിക്കും പ്രണയിച്ചത് ട്വിങ്കിളിനെ അല്ലേ. പേരുകൊണ്ട് പോലും ഞാൻ തേയല്ല പ്രണയിച്ചത്. നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ അവളുമായി സംസാരിച്ചു തുടങ്ങിയപ്പോ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ അവളെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നതാ അവൾക്ക് ഇഷ്ടമെന്ന്. അങ്ങനെ ഞാൻ അവളെ വിളിച്ചു തുടങ്ങിയ പേരാ ക്രിസ്റ്റൽ.
എൻ്റെ ജീവിതത്തിൽ തിളക്കമായി വന്നവൾ. ആ പേരിൽ പോലും എന്ത് സിമിലാരിറ്റിയാ. അന്ന് അതിനുശേഷം ഞാൻ അവളെ ക്രിസ്റ്റൽ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കോളേജിൽ വരുമ്പോൾ ഞാൻ തേയെ ചുറ്റിപ്പറ്റി നിന്നത്, അവളുടെ പുറകെ നടന്നത്, എൻ്റെ മനസ്സിൽ അവൾക്ക് തേയുടെ രൂപമായിരുന്നു. എന്നാ ഇന്നതില്ല. ഞാൻ അവളെ നേരിട്ട് കണ്ടിട്ടും എനിക്ക് എനിക്ക് അവളുടെ സാമീപ്യം ബുദ്ധിമുട്ടായി തോന്നിയില്ല. അവൾ എന്തിനായിരിക്കും അങ്ങനെ എന്നോട് ചെയ്തത് എന്ന് എനിക്ക് അറിയണം. എനിക്ക് അവളെ കാണണം, സംസാരിക്കണം. അടിപൊളി. എടാ, അവൾ എവിടെയാണെന്ന് ആർക്കറിയാം? അവൾ ഇത്രയും വർഷത്തിന് ശേഷം എവിടെ നിന്ന് കിട്ടാനാ? അവള് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടോ? അവൾക്ക് അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. എടാ, അവള് നിനക്കൊരു സംശയം വരാതെ പറ്റിച്ചില്ലേ? അങ്ങനെ ഒരുത്തിക്ക് നിന്നെ മറന്ന് ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് അവളെ കാണണം. അതിപ്പോ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും. ശരി, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇനി എതിരൊന്നും പറയുന്നില്ല. പക്ഷെ അവളെ പറ്റി ആരോട് ചോദിക്കും? അവളെ പറ്റി അറിയുന്നത് തേയ്ക്ക. പക്ഷേ ഈ അവസ്ഥയിൽ അവളോട് ചോദിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരാളോട് ചോദിക്കാം. വേറൊരാളോ? അതാരാ? ബെഞ്ചമിൻ ചേട്ടായി. പുള്ളിക്ക് എങ്ങനെ അവളെ അറിയാനാ? നീ തേയ പറഞ്ഞത് കേട്ടില്ലേ? ട്വിങ്കിൾ അവളുടെ മമ്മിയുടെ ഫാമിലിയിലെ ആരോ ആണ്. അവളുടെ ഡിസ്റ്റന്റ് കസിൻ. ബെഞ്ചമിൻ ചേട്ടായിക്ക് അവരുടെ ഫാമിലിയെ പറ്റി അറിയായിരിക്കും. നീ വാ, നമുക്ക് ചേട്ടായിയോട് പോയി ചോദിക്കാം. ഇപ്പൊ തന്നെ പോയി ചോദിക്കണോ? നിന്നോട് നല്ല കലിപ്പിലായിരിക്കും. വെറുതെ റിസ്ക് എടുക്കണോ? നീ വരുന്നെങ്കി വാ, ഞാൻ എന്തായാലും ചോദിക്കാൻ പോവാ. ജേക്ക് എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. നിക്ക്, ഞാനും വരാം. അവർ അങ്ങനെ ബെഞ്ചമിന്റെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ അടുത്തെത്തിയപ്പോഴാ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഡോർ അടച്ചിരിക്കുകയാണല്ലോ. പുള്ളി ചിലപ്പോ റെസ്റ്റ് എടുക്കായിരിക്കും. നമുക്ക് പിന്നെ വരാം. ഓ, ഒന്നും മിണ്ടാതിരിക്കടാ. നീ ഇങ്ങനെ പേടിക്കാതെ. ചേട്ടായി എന്നെ തല്ലുമെന്ന് വെച്ചല്ലേ നീ ഇങ്ങനെ നിന്ന് പരിങ്ങുന്നത്? എന്നെ അടിക്കുവാണെങ്കിൽ ഞാൻ അത് നിന്ന് കൊള്ളും. അതിൽ നിന്നും ഞാൻ മാറി നിൽക്കില്ല. ഞാൻ എന്തായാലും വാതിൽ മുട്ടാൻ പോവാ. ബെഞ്ചമിൻ ചേട്ടായി. അയ്യോ ജേക്ക്, ആര്? അങ്ങോട്ട് മാറി മനുഷ്യ. ദേ ജേക്ക് പുറത്ത് നിൽക്കുന്നു. എന്നെങ്ങാനും അകത്ത് കണ്ട നമ്മുടെ ഈ കുളിച്ചും പാത്തും കളി ഇന്നത്തോടെ അവസാനിക്കും. അവനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? ഇത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. മാറിക്ക്, ഞാൻ പോയി ബാത്റൂമിൽ ഒളിച്ചിരിക്കാം. ഇച്ചാൻ പോയി വാതിൽ തുറക്ക്. ബെഞ്ചമിന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് ജെയ്മി അവനെ തള്ളി മാറ്റി ബാത്റൂമിന് നേരെ ഓടി. ബാത്റൂമിൽ കയറി കതകടച്ചു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ചേട്ടായി അകത്തുണ്ടോ? ആ, ദേ വരുന്നു. ബെഞ്ചമിൻ എഴുന്നേറ്റ് ഡോർ ഓപ്പൺ ചെയ്തു. പുറത്ത് ജെയ്ക്കും അലനും നിൽക്കുന്നത് കണ്ടു. എന്താ വേണ്ടേ? ചേട്ടായി, എനിക്കറിയാം ചേട്ടായിക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. എല്ലാം എന്റെ തെറ്റാ, ഞാൻ സമ്മതിക്കുന്നു. ചേട്ടായിക്ക് എന്നെ തല്ലണമെങ്കിൽ ആവാം, ഞാൻ എതിർക്കില്ല. ഐ ആം സോറി. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ബോധമുണ്ടല്ലോ. പിന്നെ നിന്നോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, തേയാണ്. അവൾക്ക് നിന്നോട് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നീ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇത് മാത്രല്ല, വേറൊരു കാര്യം കൂടി ചോദിക്കാനാ ഞാൻ വന്നത്. എന്താ? അത് പിന്നെ ചേട്ടായിക്ക് ട്വിങ്കിളിനെ അറിയാമോ? അവളിപ്പോ എവിടെയാണെന്നും മറ്റും, അവളിപ്പോ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും അറിയാമോ? അവളെ പറ്റി അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എനിക്കൊന്ന് കാണണം, സംസാരിക്കണം. ഞാൻ 2.5 വർഷം അവളെയല്ലേ പ്രണയിച്ചത്. എന്നെ എന്തിനാ പറ്റിച്ചെന്ന് ചോദിക്കണം. അത്രേ ഉള്ളൂ. ശരി, ഞാൻ മമ്മിയോടൊന്ന് ചോദിക്കട്ടെ. അന്ന് തേടൊപ്പം അവള് കോളേജിൽ ചേർന്നതിന് ശേഷം ഞങ്ങളാരും അവളെ പറ്റി കേട്ടിട്ടില്ല. ട്വിങ്കിൾ മമ്മിയുടെ കസിന്റെ അമ്മയുടെ ഫാമിലിയിലെ ഒരു കുട്ടിയാ. അവളുടെ അമ്മ മിനി ആന്റിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ ഫാദർ ചെറുപ്പത്തിലെ മരിച്ചതാ.
അവരുടെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. മിനി ആന്റി നേഴ്സായിരുന്നു. ടിങ്കിള് ഒറ്റ മോളാ. അവര് ഇന്ത്യയിൽ തന്നെയാ. ഇത്രയും വിവരം മാത്രമേ എനിക്ക് കൃത്യമായി അറിയൂ. ബാക്കി മമ്മിയോട് ചോദിക്കണം. താങ്ക് യു സോ മച്ച് ചേട്ടായി. ഞാൻ നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോ അവളുടെ അഡ്രസ്സ് കിട്ടിയ ഒന്ന് പോയി കാണാൻ സാധിക്കുമോ? അതെനിക്കറിയില്ല. ഞാൻ മമ്മിയോട് ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിന്നെ കോണ്ടാക്ട് ചെയ്യാം. മതി ചേട്ടായി. താങ്ക് യു. എങ്കിൽ ശരി. ജേക്കും അലനും അവിടെ നിന്നും പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബെഞ്ചമിൻ വേഗം കതകടച്ച് അകത്ത് കയറി ബാത്റൂമിന്റെ ഡോറിൽ തട്ടി. എടി, ഇറങ്ങി വാ. അവര് പോയി. ഡോർ തുറന്ന് ജെമി പുറത്തു വന്നു. എന്തിനാ അവൻ വന്നത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ജയ്ക്കും അലനും ഉണ്ടായിരുന്നു. ട്വിങ്കിളുടെ കാര്യം ചോദിക്കാൻ വന്നതാ. അതെന്തിനാ അവൻ ആ കുട്ടിയെ പറ്റി ഇപ്പൊ അന്വേഷിക്കുന്നത്? അവന് അവളെ കണ്ട് സംസാരിക്കണമെന്ന്. ഒരു കണക്കിന് നോക്കിയാ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അവള് കാരണല്ലേ തേയ ഇതിൽ പെട്ടുപോയത്. ഇച്ചായനറിയോ ആ കുട്ടി എവിടെയുണ്ടെന്ന്? എനിക്കറിയില്ല. ചിലപ്പോ മമ്മിക്ക് അറിയായിരിക്കും. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നിട്ട് മമ്മിയോട് ചോദിക്കണം. ശരി, എങ്കിലേ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആരെങ്കിലും ഇതുപോലെ വീണ്ടും വന്നാ നമ്മൾ പെടും. ഇങ്ങനെ ഒന്നും അല്ലല്ലോ പൊന്നുമോള് കുറച്ചു മുമ്പ് പറഞ്ഞത്. എന്തു പറ്റി? പേടിച്ചു പോയോ? ഏയ്, എന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. ആണോ? എങ്കി നീ ഇപ്പൊ പോണ്ട. ഇച്ചായ, വേണ്ട. ഇങ്ങോട്ട് വാ പെണ്ണെ. നീ ചുംബന ചെമ്പകപ്പൂ വിരിച്ചു, അതിലനുരാഗത്തെ നിറച്ചു. നിന്നെ കാണാതെ കാണാതെ ഞാൻ അലഞ്ഞു, നീ എന്നാത്മാവിനുള്ളിൽ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ജിമിൻ തേയുമായി നേരെ മുറിയിലേക്ക് വന്നു. ഡോക്ടർ എഴുതിയ മരുന്നുകൾ എടുത്ത് ജിമിൻ തേയ്ക്കു നേരെ നീട്ടി. ദേ, ഇത് കഴിച്ചേ. ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മെഡിസിൻ മിസ്സാക്കരുത്. കൃത്യമായി കഴിച്ചെങ്കിലേ തലവേദന മാറുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് ഇച്ചായ, ഞാൻ സമയത്ത് കഴിച്ചോളാം. തേയ ജിമിന്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. മരുന്ന് കഴിച്ച ശേഷം ജിമിൻ തേയെ കട്ടിലിൽ ചാരിക്കിടത്തി. ജെറി എവിടെ ഇച്ചായ? അവൻ ഇതുവരെ വന്നില്ലേ? ജൂൺ അവനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ എത്തും. പാവന്റെ കുഞ്ഞ്. അവൻ ഒരു ദിവസം നമ്മൾ ആരും അടുത്തില്ലാതെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണും? നമ്മുടെ മോൻ നമ്മളെക്കാളും ധൈര്യശാലിയാ. അവനെ ഡാഡി വിളിച്ചപ്പോ അവൻ പറഞ്ഞത് അവൻ ബിഗ് ബോയ് ആയി, അതുകൊണ്ട് തന്നെ നിൽക്കാൻ അവന് കുഴപ്പമില്ല എന്നൊക്കെയാ. പിന്നെ അവിടെ റിജോയുടെ മോളുണ്ടല്ലോ, അവര് രണ്ടുപേരും ഒരേ ക്ലാസ്സിലായതുകൊണ്ട് അവന് കമ്പനി ആയിരുന്നെന്നാ റിജോ പറഞ്ഞത്. നമ്മുടെ മോന് 6 വയസ്സാവുന്നെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര പെട്ടെന്നാ അവൻ വളർന്നു വലുതായത്. ഇന്നും അവനെ ആദ്യമായി ഞാൻ കയ്യിലെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഇച്ചായനെ പറിച്ചു വെച്ചിരിക്കുവാ. തേയയുടെ വാക്കുകൾ കേട്ട് ജിമിൻ അവളെ കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി ഇച്ചായ? എന്താ? തേയ, ഇന്ന് നീ ഏഞ്ചലിനോട് പറഞ്ഞ വാക്കുകൾ ശരിക്കും എന്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു. ലോകത്ത് ഒരു പെണ്ണും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നോടുള്ള എന്റെ ഇഷ്ടം ഓരോ ദിവസം കൂടി വരുന്നതേ ഉള്ളൂ. നീ എനിക്കൊരു അത്ഭുത. ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ ഇച്ചായ. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ഇച്ചായന്റെ ഭാര്യ, ജെറിയുടെ അമ്മയാ. മറ്റുള്ളവർ മുൻപിൽ അങ്ങനെ തന്നെ പരിചയപ്പെടുത്താനാ എനിക്കിഷ്ടം. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് നീ. ഈ ജന്മം മുഴുവനും ഞാൻ നിന്നെ സ്നേഹിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പ്രാർത്ഥന വരും ജന്മങ്ങളിൽ നിന്നെ തന്നെ എന്റെ ഭാര്യയെ കിട്ടണേ എന്നാ. എനിക്കും അതേ പ്രാർത്ഥന തന്നെയാ ഉള്ളത് ഇച്ചായ. ഇച്ചായൻ എന്റെ ഭാഗ്യ. ജെറിയെ എനിക്ക് തന്നത് ഇച്ചായനല്ലേ. അതിന്റെ നന്ദി എന്നും എനിക്ക് ഇച്ചായനോടുണ്ടാവും. പിന്നെ ഈ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം നൽകിയില്ലേ. എനിക്കും ജന്മജന്മാന്തരങ്ങളിൽ ഇതുപോലെ കഴിയുമെങ്കിൽ ഇതിലും അധികം ഇച്ചായനെ പ്രണയിക്കണം. ഐ ലവ് യു തേയ.
ഐ ലവ് യു ടു ഇച്ചായ. വൈകുന്നേരമാകാറായപ്പോൾ ജൂൺ ജെറിയുമായി വീട്ടിലെത്തി. ലിവിംഗ് ഹാളിൽ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജെറി തേയെ കണ്ട ഉടൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മമ്മി, മമ്മിക്ക് എന്താ പറ്റിയത്? മമ്മിയുടെ അസുഖമൊക്കെ മാറിയോ? മമ്മിയുടെ മോനെ ഉമ്മ, മമ്മിയുടെ അസുഖമൊക്കെ മാറിയടാ. മോൻ എന്തെങ്കിലും കഴിച്ചോ? ഉമ്മ, ഞാൻ റിജു അങ്കലിന്റെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാ വന്നെ. മമ്മിയുടെ നെറ്റിയിൽ എന്താ പറ്റിയേ? മുറിഞ്ഞതാണോ? വേദനയുണ്ടോ? ആണോ? മമ്മിയുടെ നെറ്റി ഒന്ന് ചെറുതായി മുറിഞ്ഞു, അതാ കെട്ടിവെച്ചിരിക്കുന്നേ. ഇപ്പൊ വേദനയൊന്നുമില്ല. മമ്മി മോനെ ഒരുപാട് മിസ് ചെയ്തു. ഞാനും മമ്മി ഒത്തിരി മിസ് ചെയ്തു. ജെറിയുടെയും തേയുടെയും സംസാരം കേട്ടുകൊണ്ട് മറ്റുള്ളവർ നിൽക്കുകയായിരുന്നു. അത് ശരി, മോൻ മമ്മിയെ മാത്രമേ മിസ് ചെയ്തുള്ളൂ? ഇല്ല, ഞാൻ പപ്പയെ മിസ് ചെയ്തു. ജെറി ഓടിച്ചെന്ന് ജിമിനെ കെട്ടിപ്പിടിച്ചു. ജീനി എവിടെ മമ്മി? അവള് മുറിയിലുണ്ട് മോനെ. അവൾക്ക് എന്തോ തല കറങ്ങുന്നെന്ന് പറഞ്ഞ് പോയി കിടന്നതാ. അതെന്താ പെട്ടെന്ന് അങ്ങനെ? 2-3 ദിവസമായി അവൾക്ക് നല്ല ക്ഷീണുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? എങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ. ജൂൺ അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. ജീനി കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ജൂൺ അവളുടെ അടുത്തു പോയി അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ജീനി, നിനക്ക് എന്തു പറ്റി? മമ്മി പറഞ്ഞു നിനക്ക് വയ്യാന്ന്. ഹോസ്പിറ്റലിൽ പോണു. ആ, ഇച്ചായനോ? എപ്പോ വന്നു? ജെറി എവിടെ? ഞാൻ വന്നിട്ട് കുറച്ചു നേരായി. ചെറിയ അവിടെ എല്ലാവരുടെയും കൂടിയുണ്ട്. നീ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ? അത് പിന്നെ ഇച്ചായ, 2-3 ദിവസമായി നമ്മൾ ഈ പ്രശ്നത്തിന്റെ പിന്നാലെയുള്ള ഓട്ടായിരുന്നില്ലേ. മനസ്സിനാകെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓരോന്ന് ആലോചിച്ച് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ വയ്യായികയാ. ഇനിയിപ്പൊ അങ്ങോട്ട് ശരിയായിക്കോളും. ഇച്ചാൻ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. അങ്ങനെയല്ലടി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറയണം. വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാ ഇച്ചായ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ബെഞ്ചമിൻ നാട്ടിലെത്തിയ ശേഷം സാറയോട് ചോദിച്ച് ട്വിങ്കിളുടെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു. ജേക്കിന്റെ കോണ്ടാക്ട് ചെയ്തു. ഹലോ ജേക്ക്, ഞാൻ വിളിച്ചത് ട്വിങ്കിളുടെ കാര്യം പറയാനാ. ഞാൻ പറഞ്ഞതുപോലെ അവളും അമ്മയും നാട്ടിൽ തന്നെയുണ്ട്. മമ്മി പറയുന്നത് അങ്ങനെ അവരെ പറ്റി അധികമൊന്നും അറിയാൻ സാധിച്ചില്ല എന്നാ. ആന്റി ഇപ്പോ റിട്ടയർ ആയി. ട്വിങ്കിളിന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അവരുടെ അഡ്രസ്സ് ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ ചേട്ടായി, താങ്ക് യു സോ മച്ച്. ഞാൻ നാട്ടിൽ വരുമ്പോ കാണാം. ഓക്കെ എങ്കിൽ. ഫോൺ വെച്ചതിന് ശേഷം ജേക്ക് അലനോടായി പറഞ്ഞു. എടാ, അവളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന്. സത്യാണോടാ? അതേടാ, അവളുടെ അഡ്രസ്സ് ബെഞ്ചമിൻ ചേട്ടായി എനിക്ക് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്നിട്ട് ഒട്ടും വൈകരുത്. നമുക്ക് ഉടനെ അവളുടെ വീട്ടിൽ പോണം. ആടാ, നമുക്ക് പോവാം. ചേച്ചി, ഏ, അത് തേയുടെ ശബ്ദമല്ലേ? അവള് ചേച്ചിന്നല്ലേ വിളിച്ചേ? വാടാ, പോയി നോക്കാം. തേയുടെ നിലവിളി കേട്ട് ജേക്കും മലനും താഴേക്ക് ഓടി. അപ്പോഴേക്കും അന്നയും റീനയും അവിടേക്ക് ചെന്നു. അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ട് എല്ലാവരും അടുക്കളയിലേക്ക് പോയി. ചെല്ലുമ്പോൾ അവർ കാണുന്നത് തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ജീനിയെയും അവളെ കുലുക്കി വിളിക്കുന്ന തേയുമാണ്. അയ്യോ എന്റെ മോളെ ജീനി, എന്തു പറ്റി? എന്താ തയ്യ, എന്താ പറ്റിയത്? എനിക്കറിയില്ല മമ്മി. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കായിരുന്നു. പെട്ടെന്ന് ചേച്ചി തല കറങ്ങി വീണു. ജേക്ക്, അലൻ, നിങ്ങൾ ഇവിടെ ഒന്ന് താങ്ങിയെടുത്തേ. എന്നിട്ട് റൂമിലോട്ട് കൊണ്ടുപോയി കിടത്ത്. ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി ആന്റി. ഡാ, പിടിക്കടാ. ജേക്കും മലനും ജീനിയെ എടുത്തു പൊക്കി റൂമിൽ കൊണ്ടുപോയി കിടത്തി. 2-3 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുമായി നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി മൈക്കിളും ജോർജും ജിമിനും ജൂണും കമ്പനിയിൽ പോയിരുന്നു. അന്നയും റീനയും തേയും പുറകെ റൂമിലേക്ക് ചെന്നു. റീന ജീനിയുടെ അടുത്തിരുന്നു. അവളുടെ പൾസ് നോക്കി. എന്നിട്ട് തേയെ കൊണ്ടുവന്ന ഗ്ലാസ്സിൽ നിന്നും വെള്ളമെടുത്ത് ജീനിയുടെ മുഖത്ത് കുടഞ്ഞു. ഒന്നു ഞെട്ടി പതുക്കെ ജീനി എഴുന്നേറ്റു. ജീനിക്ക് ബോധം വന്നപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. എന്റെ പൊന്നു മോളെ, എന്തു പറ്റി നിനക്ക്? എനിക്കറിയില്ല മമ്മി. പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി.
തേയെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് മൊത്തം ഇരുട്ട് കയറി എന്റെ ബോധം പോയി. പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്റെ ചേച്ചി, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ നോക്കുമ്പോ ചേച്ചി തറയിൽ കിടക്കുവാ. എല്ലാവരും ഒന്ന് സമാധാനായിരുന്നേ. റീന ജീനിയുടെ കണ്ണുകൾ ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്തോ മനസ്സിലായ പോലെ അവൾ ജീനിയോട് ചോദിച്ചു. നിനക്ക് എത്ര ദിവസമായി ക്ഷീണവും തലകറക്കവും പോലെ തോന്നുന്നു എന്നാ പറഞ്ഞത്? ഇപ്പോ ഏകദേശം ഒരാഴ്ചയെ കാണും. പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണോ? പീരീഡ്സ് അത് 2 ആഴ്ച ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ ചിരിയോടെ റീന അന്നയെ നോക്കി പറഞ്ഞു. അന്ന, ഇത് പേടിക്കേണ്ട കാര്യമൊന്നല്ല. നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ ആൾ കൂടി വരാൻ പോവാ. ജീനി പ്രഗ്നന്റ് ആണ്. ഇവിടെ എല്ലാരും കൂടി നിൽക്കുന്നേ. അത്യാവശ്യമായി എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഷോപ്പിങ്ങിന് പോയി വന്ന ജെയ്മി അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ജെയ്മി, ജീനി ചേച്ചി പ്രഗ്നന്റ് ആണ്. ഓ മൈ ഗാഡ്, സത്യമായിട്ടും കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. താങ്ക് യു. ദൈവത്തിന് ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷായി മോളെ. നീ വേഗം നിന്റെ വീട്ടിൽ വിളിച്ച് പറ. ഡാഡിക്കും മമ്മിക്കും ഒരുപാട് സന്തോഷാവും. ഞാൻ പറയാം മമ്മി. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോവാം. ജീനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ ജീനിയെ മാത്രം റൂമിലിരുത്തിയിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി.